ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ബാങ്കോക്ക് ബോയ് എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. സണ്ണ് ജയിലിലായിരുന്ന ടൈമിലെ കാര്യമാണ് കാണിക്കുന്നത്. സണ്ണ് ജയിലിലായിരുന്ന ടൈമിന് അവനെ ഉപദ്രവിക്കാനായിട്ടും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സണ്ണാണെങ്കിൽ അയാളുമായിട്ടൊന്ന് കോംപ്രമൈസായി. പിന്നെ സണ്ണ് അവിടുത്തെ ലീഡറായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് ജയിലിലേക്ക് പുതിയതായിട്ട് ഒരു പയ്യൻ വരുന്നത്. അവൻ്റെ പേര് ടിയാൻ എന്നാണ്. ടിയാൻ വന്നുകൊണ്ടേ തന്നെ എനിക്ക് സണ്ണിനെ കാണണം, സണ്ണിന് എനിക്ക് പരിചയമുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ സണ്ണിന് ടിയാൻ അങ്ങോട്ട് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ സണ്ണിൻ്റെ കൂടെയുള്ളവർ ആ ഒരു പയ്യനെ അനുവദിക്കുന്നില്ല കാണാനായിട്ട്. എന്നാൽ സണ്ണ് ഇല്ല, അവനെ വിട്ടേക്കാനൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ടിയാനുമായിട്ട് മാറി നിന്ന് സംസാരിക്കുമ്പോൾ ടിയാൻ പറയുന്നുണ്ട് എന്നെ ഓർമ്മയില്ലേ എന്നൊക്കെ. സണ്ണപ്പോൾ നീ ആരാന്നിങ്ങനെ ചോദിക്കുകയാണ്. ടിയാനപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അതേ സ്കൂളിൽ പഠിച്ചതാണ്, പക്ഷേ നിന്നെക്കാലം ഞാനാണെങ്കിൽ താഴത്തെ ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ. ആ ഒരു ടൈമിൽ സണ്ണ് നീ ഇപ്പോൾ എങ്ങനെയാണ് ജയിലിൽ വന്നത്, എത്ര നാളത്തേക്കാണ് ജയിലിൽ കിടക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ 6 മാസത്തേക്കാണ്, ഞാൻ ഒരു സിസ്റ്റം ഹാക്ക് ചെയ്തു, അതുകൊണ്ട് ഇങ്ങനെ ജയിലിലായി പോയതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സണ്ണ് നിനക്ക് എൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിൽ ടിയാൻ പറയുന്നുണ്ട് അത് പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ ജയിലിൽ മര്യാദയ്ക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും തോന്നുന്നില്ല. ഞാനാണെങ്കിൽ ഈ ഒരു 6 മാസം കൊണ്ട് ഇവിടെ നിന്ന് ജീവനോടെ ഇറങ്ങുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിനക്കും പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് തരുന്നു നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും നിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നല്ല പൈസ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. സണ്ണപ്പോൾ എന്താ ശരിക്കും സംഭവം നോക്കുന്നുണ്ട്. ആ ടൈമിൽ ടിയാൻ പറയുന്നുണ്ട് അത് പിന്നെ ആക്ച്വലി ഞാനാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടാണ് ഹാക്ക് ചെയ്തത്, അങ്ങനെയാണ് ഞാൻ ജയിലിലായത്. എന്നാൽ അത് ഹാക്ക് ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ തന്നെ ഞാൻ കുറച്ച് പൈസ അതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പും കൂടെ വേണം. നമുക്കാണെങ്കിൽ ഒരു ഹാക്കിങ് കൂടെ നടത്താനുണ്ട്, എങ്കിൽ കുറേ പൈസ കയ്യിൽ വരും. ഒറ്റയടിക്ക് നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഒരു 6 ലക്ഷം രൂപ ഇട്ടേക്കാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരാണെങ്കിൽ ജയിലിൽ എങ്ങനെയൊക്കെയോ ഒരു ഫോൺ എത്തിക്കുന്നുണ്ട്. അതുവഴി ഈ ഒരു ഹാക്കിങ്ങിൻ്റെ കാര്യം ചെയ്യാനായി നിൽക്കുന്നുണ്ട്. ആരും കാണാതെ ഒരു സൈഡിൽ പോയി മറങ്ങിയാണ് രാത്രി ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ ഇടയിൽ ടിയാനാണെങ്കിൽ അവൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടുള്ള പെൺകുച്ചിനെ മെസ്സേജ് അയക്കാനും തുടങ്ങുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം അവിടെ നിന്ന് പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട സീൻ തന്നെയാണ്. ഇപ്പോൾ കവിൻ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ആ ഒരു എയിമിൻ്റെ സ്ഥലത്തേക്ക് ഡ്രഗ്സൊക്കെ വെച്ചേക്കുന്ന അങ്ങോട്ടേക്ക് നൈറ്റ് ടൈമിൽ ടാനും സണ്ണും കവിനും പിന്നെ ട്രിന്നും കൂടെ ആയിട്ട് പോകുന്നുണ്ട്. എന്നാൽ അവിടെ എത്തുമ്പോഴത്തേക്കും മറ്റൊരു ടീം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരാൾ കത്തി വെച്ച് ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ബാക്കിയുള്ളവരെല്ലാവരും അതിൻ്റെ അകത്ത് കയറി എല്ലാവരും കൊന്നിട്ട് ക്യാഷ് എന്താ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ ആ ഒരാളാരെന്ന് കാണുകയും ചെയ്തതാണ്, മറ്റാരുമല്ല നാപ്പ് തന്നെ ആയിരുന്നു. എന്തായാലും ഇപ്പോൾ അവർ പോയി കഴിയുമ്പോഴത്തേക്കും ആരാണ് വന്നത്, എന്താണ് സംഭവിച്ചത് എന്നൊന്നും തന്നെ സണ്ണിനോ കവിനോ ആർക്കും അറിയത്തില്ല. ഞാൻ കവിനോട് ചോദിക്കുന്നുണ്ട് ഇത് വല്ലതും നിൻ്റെ പരിപാടിയാണോ എന്ന്. ആ ടൈമിന് എൻ്റെ പരിപാടിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമായിരുന്നു, എനിക്ക് സത്യത്തിൽ അവരാരായിരുന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ആ സമയം ടിമ്മിൻ്റെ അടുത്ത് അകത്തേക്ക് കയറിപ്പോയിട്ട് ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ടിമ്മാണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്. ഒരാളെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് മാത്രം ജീവൻ ബാക്കിയുണ്ട്, നമുക്ക് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു വണ്ടി കയറ്റി ഒരു ഹോസ്പിറ്റലിൻ്റെ മുന്നിലേക്ക് അയാളെ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കേസാവും, ഇവരെങ്ങനെ അവിടെ എത്തിയെന്നൊക്കെ ചോദിക്കും. പിന്നീട് കാണിക്കുന്ന മൂവേനെയാണ്. അവളിപ്പം ഹോസ്പിറ്റലിൽ ഇനി ഇരിക്കുന്ന ടൈമിന് അവളെ മീറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് പീസ് വരുന്നുണ്ട്. സണ്ണാണ് പീസിന് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ സിസ്റ്റർ ഇവിടെയാണുള്ളത്, നിനക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വരാനായിട്ട് പറഞ്ഞത്. അപ്പോൾ പീസിനെ കാണുമ്പോഴത്തേക്ക് സണ്ണ് പറയുന്നുണ്ട് നീ വരുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ. ആ സമയം പീസ് നമ്മളന്ന് രക്ഷിച്ച ആളാരാണെന്ന് എനിക്കും കൂടെ അറിയണ്ടേ, പിന്നെ നീയല്ലേ എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് ഇവിടെയാണുള്ളത് വരാനൊക്കെ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ സണ്ണ് പറയുന്നുണ്ട് എനിക്ക് ആക്ച്വലി വേറെ 3 സിബ്ലിങ്സും കൂടെ ഉണ്ട്, പക്ഷേ അതിൽ മൂവയാണ് എൻ്റെ ശരിക്കുള്ള സിസ്റ്റർ, ബാക്കി രണ്ടുപേരും സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് ബ്രദറുമാണ്. മൂവയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 വർഷം മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായി, എൻ്റെ ഫ്രണ്ട് കോങ് മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് പീസ് എൻ്റെ ചേട്ടൻ ജുൻഹോ ആണല്ലേ അവനെ കൊന്നതെന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് ആ അതെ, ഞാനും ജുൻഹോയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. അന്ന് എനിക്കാണെങ്കിൽ അങ്ങനെ ഫൈറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല, ഞാൻ വീക്കായിരുന്നു. ഞാൻ മരിക്കുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്നെ രക്ഷിക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ കോങ് കയറിയതാണ്. എൻ്റെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു, ജുൻഹോയുടെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ കത്തി സമയത്ത് മാറ്റി, എന്നാൽ ജുൻഹോ ആണെങ്കിൽ അതങ്ങ് കുത്തുകയും ചെയ്തായിരുന്നു. കോങ് അങ്ങനെയാണ് മരിച്ചു പോയത്. ഏതാണ്ട് അതേ സമയത്ത് തന്നെ അന്നത്തെ ദിവസം മറ്റൊരു സ്ഥലത്ത് വെച്ച് എൻ്റെ അച്ഛനെയും വേറെ ആരും വെടിവെച്ച് കൊന്നു കളഞ്ഞു. പിന്നെ ഞാൻ ജയിലിലായി, മൂവി തനിച്ചായി. ഇപ്പം പോലും ഞാൻ അവളെ ഇട്ടിട്ട് പോയതിൻ്റെ ദേഷ്യം അവൾക്ക് എൻ്റെ അടുത്ത് മാറിയിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈം പീസാണെങ്കിൽ എനിക്കാണെങ്കിൽ കൂടുതൽ നിൻ്റെ ലൈഫിനെ പറ്റി അറിയണമെന്നൊന്നുമില്ല, എന്നെനിക്ക് ഒരു കാര്യം ഇപ്പം എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ നേരെ മൂവയുടെ അടുത്തേക്ക് ചെല്ലാണ്. മൂവയുടെ തൊട്ടടുത്തേക്ക് ചെന്നിരിക്കുന്നില്ല, കുറച്ച് മാറിയിരുന്നിട്ട് അവൻ്റെ ഡ്രോയിങ് ബുക്കിൽ അവളുടെ പടം വരയ്ക്കാനായി തുടങ്ങുന്നുണ്ട്. അവൾ ആ ഒരു ബെഞ്ചിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് അത് നോക്കി അവനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് അവനെ ശ്രദ്ധിച്ചിട്ടാണെന്ന് തോന്നുന്നു അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ പീസ് നേരെ മൂവയുടെ അടുത്തേക്ക് ചെല്ലാണ്. അവനിപ്പോഴും തായ് നേരെ പഠിക്കുന്നേ ഉള്ളൂ. അവനൊരു കൊറിയൻ ആയതുകൊണ്ട് തന്നെ തായൊന്നും അവന് കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ കൊറിയൻ ഇങ്ങനെ സംസാരിച്ചിട്ട് അതിങ്ങനെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആക്കിയിട്ട് അവൻ എന്താ പറഞ്ഞ് നീനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും അതിൽ അവൻ പറഞ്ഞിരുന്നത് നിന്നെ കാണാനായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, നിന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ വിഷമിച്ചിരിക്കുന്ന പോലെ തോന്നും, പക്ഷേ സ്റ്റിൽ അത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടെന്നിങ്ങനെ പറയാണ്. അത് വായിച്ചു കഴിയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നീ എന്നെ വളയ്ക്കാൻ വല്ലതും നോക്കുന്നതാണോ എന്ന്. ആ ടൈമിന് പീസ് അങ്ങനെയൊന്നും അല്ലാന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് സംസാരിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും
ചോദിക്കുമ്പോഴേക്കും അവൾ ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ രണ്ടിനും ബെഞ്ചിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. പീസ് അപ്പോൾ നിനക്ക് ബുക്ക് വായിക്കുന്നത് വല്ല ഇഷ്ടമാണല്ലേ എന്നിങ്ങനെ പറയുന്ന ടൈമിന് എനിക്ക് ബുക്ക് വായിക്കുന്നത് അങ്ങനെ ഇഷ്ടമുള്ള സംഭവമൊന്നുമല്ല. അത് പിന്നെ ജസ്റ്റ് എൻ്റെ അച്ഛൻ മുമ്പ് എന്നെ എപ്പോഴും ബുക്ക് വായിപ്പിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് വായിച്ച് ശീലമായതാണ്. പിന്നെ നീ കൊറിയൻ അല്ലേ, എന്തുകൊണ്ടാണ് പിന്നെ നിൻ്റെ പേര് പീസ് എന്നിട്ടേക്കുന്നത് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് എൻ്റെ ആക്ച്വൽ കൊറിയൻ നെയിം സോങ്മിൻ എന്നാണ്. എൻ്റെ അമ്മയാണ് എനിക്ക് ഈ ഒരു നെയിം ഇട്ട് തന്നതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയാണ്. അതേ ടൈമിന് തന്നെ അവൾക്ക് ബുക്ക് വായിക്കുന്നത് ഇഷ്ടമാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ പീസ് കൊണ്ടുവന്നൊരു ബുക്ക് അവൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ബുക്കാണെന്ന് പറയുന്നുണ്ട്. അവളതങ്ങനെ വായിക്കാനേ തുടങ്ങുന്നുണ്ട്. ആ സമയം പീസ് മൂവേനെ നോക്കി വരച്ചു തുടങ്ങി ആ ഒരു പടം വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അത് മൂവേനെ കാണിക്കുന്നുണ്ട്. ആ സമയം മൂവ വീണ്ടും ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും എന്നെ വളയ്ക്കാനൊന്നും നോക്കുന്നില്ലല്ലോ എന്നൊക്കെ. ആ ടൈമിന് പീസ് അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം മൂവയാണെങ്കിൽ നീ എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടാണല്ലേ എന്നിങ്ങനെ പറയുന്ന ടൈമിന് ആക്ച്വലി ഫ്രണ്ടല്ല, ഞങ്ങളുടെ ഫാമിലിക്ക് ആക്ച്വലി സണ്ണ് ശത്രുവാണ്, നീ എന്നെ ഒരു ശത്രുവായിട്ടാണോ കാണുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ മൂവേ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് മൂവേനെ റൂമിലേക്ക് കൊണ്ടാക്കാനായിട്ട് സണ്ണും പീസും ഒരുമിച്ച് പോകുന്നുണ്ട്. മൂവയും പീസും നല്ല ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത തവണ വരുമ്പോൾ ഞാൻ കുറേ ബുക്ക് കൊണ്ടുവരാന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അവളും ബായി പറഞ്ഞിട്ട് പോവാണ്. എന്നാൽ അവൾ സണ്ണിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അതിനുശേഷം പിന്നീട് പീസും സണ്ണും കൂടെ ഇട്ടത്തേക്ക് മാറിയിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം മൂവയ്ക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സണ്ണാണെങ്കിൽ പീസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം തന്നെ സണ്ണിനെ ടാനൊക്കെ കോൾ ചെയ്യുന്നുണ്ട്. അവനൊരു വർക്ക് ഉണ്ട്, അതുകൊണ്ട് താൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകാനേ തുടങ്ങുമ്പോൾ പീസ് പറയുന്നുണ്ട്, നീയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ ജോയിൻ ചെയ്തു എന്ന് കരുതിയിട്ട് എൻ്റെ അച്ഛൻ പറയുന്നതൊന്നും നീ ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ വേണമെങ്കിൽ എൻ്റെ അച്ഛനോട് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ സണ്ണ് ഇല്ല ഒന്നും കുഴപ്പമില്ല, ഞങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോവുകയാണ്. അവർക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന വർക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷം മുമ്പ് പീസിൻ്റെ അച്ഛൻ്റെ ഒരു കണ്ടെയ്നർ ഒരു പോർട്ടിൽ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അയാൾക്ക് തിരിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ പ്ലാൻ ഇടാനായിട്ട് ഇപ്പോൾ സണ്ണും അവൻ്റെ ഫ്രണ്ട്സും അവൻ്റെ ചേട്ടനും എല്ലാവരും തന്നെ ഒത്തുകൂടുന്നുണ്ട്. ചേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനൊക്കെ തനിക്ക് പൈസ വേണമെന്ന് പറയുമ്പോൾ ചേട്ടൻ കുറേ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. സണ്ണിനോട് നീ എപ്പോഴാണെങ്കിലും പൈസ വാങ്ങിച്ച് തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ പിന്നെ ചെയ്യുന്ന ജോലിക്ക് പൈസ വേണ്ടേന്ന് സണ്ണ് തിരിച്ചും പറയുന്നുണ്ട്. ഇത് കവിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ നാപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് നാപ്പിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് എൻഡ് കണ്ടതാണ്. ഇവർ നാപ്പ് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പൈസ എടുക്കാനായിട്ട് പോയതും അപ്പോൾ വേറെ വണ്ടിയിൽ കുറേ പേര് മാസ്ക് വെച്ച് വന്നിട്ട് ഇവരെ തോക്ക് വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി അവിടെയുള്ള ആൾക്കാരെയും കൊന്ന് എന്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും നാപ്പാണ് ഇവർക്ക് ഈ സ്ഥലം പറഞ്ഞു കൊടുത്തത്. നാപ്പ് തന്നെയാണോ ഇതൊക്കെ ചെയ്തതെന്നും കവിന് നല്ല സംശയമുണ്ട്. അതുകൊണ്ട് നാപ്പിനോട് പോയി ചോദിക്കുന്നത് ശരിക്കും നാപ്പ് തന്നെയാണ് ചെയ്തത്, അത് നമ്മൾ കണ്ടതാണ്. എന്നാൽ കവിനിപ്പോൾ ചോദിക്കുമ്പോൾ നാപ്പ് ഞാനെന്തിനും അങ്ങനെ ചെയ്യണം, ഞാനത് ചെയ്തിട്ടില്ല, അത് മിക്കവാറും ആ ലോബിസ്റ്റുകാരായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഈ ലോബിസ്റ്റ് എന്നുള്ളൊരു വാക്ക് കേൾക്കുവാണെങ്കിലും അത് ആരാണ് എന്താണ് നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും അടുത്ത് ഇവർക്ക് ഈ ഒരു മിഷൻ, അതായത് ആ ഒരു കണ്ടെയ്നർ തിരിച്ചെടുക്കാനായിട്ട് കുറേ തോക്കിൻ്റെ ആവശ്യമുണ്ട്. കാരണം പോകുന്ന പോർട്ടിൽ ഒത്തിരി സെക്യൂരിറ്റി ഗാർഡ്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കവിനും പിന്നെ ടിമ്മും കൂടെ ആയിട്ട് തോക്ക് കൊടുക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പല പല വെറൈറ്റി തോക്കുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവസാനം അയാൾ പറയാണ് ഇതൊന്നും എൻ്റെ ഇപ്പം ഇല്ല, എല്ലാം ലോബിസ്റ്റുകാരൊക്കെ കൊണ്ടുപോയിന്ന്. അപ്പം പിന്നെ ഉള്ളത് തരാൻ പറഞ്ഞിട്ട് അതും വാങ്ങിച്ചുകൊണ്ട് ഇവർ പോകുന്നുണ്ട്. ഈ കാര്യം ചെയ്യാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഒന്നും കൂടെ ഇവരാണെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെയും കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കുന്നുണ്ട്. സണ്ണും കവിനും ടിമ്മും ടാനും ഒക്കെ ഇതിനെപ്പറ്റി ഒന്നുകൂടെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ അത്രയും ടൈറ്റ് സെക്യൂരിറ്റി അല്ല, നമുക്ക് നേരെ വണ്ടി ഓടിച്ച് തന്നെ ആ കണ്ടെയ്നറുള്ള ഏരിയയിലേക്ക് പോകാൻ പറ്റും, പക്ഷെ അങ്ങോട്ട് കയറി പറ്റാനാണ് കുറച്ച് പാടെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ആ സമയമാണ് അവരുടെ അടുത്തേക്ക് ടിയാൻ വരുന്നത്. ടിയാനെ നമ്മൾ നേരത്തെ കണ്ടതാണ്, സണ്ണിൻ്റെ അവിടെ ജയിലിലുണ്ടായിരുന്ന പയ്യനാണ്. ടിയാൻ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ സണ്ണിൻ്റെ അടുത്തേക്ക് വരുന്ന കാണുമ്പോഴത്തേക്കും സണ്ണാണെങ്കിൽ നീ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നത് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. ടിയാൻ അപ്പോൾ അത് പിന്നെ ഞാൻ നിങ്ങളോട് നിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറ്റില്ല, വീട്ടിൽ പോകാൻ നോക്ക്, എന്നിട്ട് വീണ്ടും ഒന്നിനും സ്കൂളിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ നോക്കാൻ പറയുമ്പോൾ അതൊക്കെ ശ്രമിച്ചതാണ്, പക്ഷേ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി, ഞാൻ വേണമെങ്കിൽ അടുത്ത സെമസ്റ്റർ തൊട്ട് സ്കൂളിൽ പോയി ജോയിൻ ചെയ്യാം, പക്ഷേ ഇപ്പം എന്നെ നിങ്ങളോട് നിർത്തി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പാവത്തിനെ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അവനാണെങ്കിൽ കൂടെ നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവർ ആ കണ്ടെയ്നർ എടുക്കാൻ പോകുന്ന ആ ഒരു പോർട്ട്, അവിടുത്തെ കറണ്ട് ഇവന് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ, സിസ്റ്റം അവിടുത്തെ ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ചെയ്യാൻ എനിക്ക് പറ്റുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവനെ ആ ഒരു പ്ലാനിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പീസിൻ്റെ അച്ഛനെയാണ്. പീസിൻ്റെ അച്ഛൻ ഇപ്പോൾ പീസിനെയും ജുൻഹോയിനെയും ജിഹൂനെയും പിന്നെ അവരെ കുറച്ച് ആൾക്കാരെയും വിളിച്ചിട്ട് നമ്മുടെ പ്ലാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങളും അവരുടെ കൂടെ പോകാനുള്ളതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അണ്ണും അവൻ്റെ ഫ്രണ്ട്സും അടുത്ത ദിവസം ആ ഒരു പോർട്ടിലേക്ക് കണ്ടെയ്നർ എടുക്കാൻ പോകുന്ന സമയത്ത് മറ്റൊരു വാനിൽ ജുൻഹോയും അവൻ്റെ ഫ്രണ്ട്സും ഇവരെ നോക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കും. പീസിനോടും ഇപ്പോൾ പോകാനായിട്ട് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ പോയി കഴിയുന്നതും അച്ഛൻ ജിഹൂണിനെ മാത്രം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ കാര്യം നീ മറന്നിട്ടില്ലല്ലോ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് പറയാണ്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. സണ്ണും പിന്നെ പീസും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അച്ഛനെന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നിരീക്ഷിക്കാനാണ് ഇപ്പോൾ ജിഹൂണിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് സണ്ണിനെയും ടിയാനെയൊക്കെ കാണിക്കുമ്പോൾ ടിയാൻ ഇപ്പം തന്നെ അവരുടെ സിസ്റ്റം ഹാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നും ഇപ്പോൾ കുറച്ച് ടൈം എടുക്കും, പക്ഷേ ആ സമയം കൊണ്ട് നമുക്ക് എന്തായാലും അത് പറ്റുമെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് അടുത്ത ദിവസം വാനിൽ ഇവരെല്ലാവരും പോകുന്നുണ്ട്. പീസ് നമ്മുടെ സണ്ണിൻ്റെയൊക്കെ കൂടെയാണ് പോകുന്നത്. ജുൻഹോയും അവൻ്റെ ഫ്രണ്ട്സും മറ്റൊരു വാനിലാണ് വരുന്നത്. അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് സണ്ണ് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ പീസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ സമയം അവനെല്ലാം എനിക്ക് ഇവനെ പരിചയപ്പെടണമെന്ന് ആഗ്രഹമൊന്നുമില്ല, ഇവനും ഇവൻ്റെ കുടുംബവും കാരണമല്ലേ കോങ് മരിച്ചത്, നീ ജയിലിൽ പോയത്, നമ്മുടെ എല്ലാവരുടെ ലൈഫ് ഇങ്ങനെയായി തീർന്നത്, നമ്മൾ എന്ത് വർക്കിന്
കണ്ടിന് വന്നോ അത് കഴിയുന്നു 2 വഴിക്ക് പോകുന്നു അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം പിന്നീട് അവരാണെങ്കിൽ ആ ഒരു പോർട്ടിലേക്ക് എത്തുന്നുണ്ട്. എത്തുമ്പോൾ തന്നെ അവരെ പോർട്ടിൻ്റെ പുറത്ത് കുറേ വെയിലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ അവിടെയാണ് ഇരിക്കുന്നത്. ടിയാൻ മാത്രം വണ്ടിക്കകത്താണ് ഇരിക്കുന്നത്. അവരവിടെ എത്തിച്ചെല്ലുമ്പോഴത്തേക്കും ടിയാനെ കോൾ ചെയ്തിട്ട് അവിടുത്തെ പവർ കട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇവർക്ക് കറക്റ്റ് 10 മിനിറ്റ് ടൈമേ കിട്ടത്തുള്ളൂ. കാരണം ടിയാൻ അന്വേഷിച്ചെടുത്ത് വെച്ചിട്ട് ഇവിടുത്തെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ 12 മിനിറ്റിനുള്ളിൽ ഇത് ശരിയാക്കാനായിട്ട് മെക്കാനിക് വരും. സോ ഇവർക്ക് കയറി സംഭവം എടുത്ത് ഇറങ്ങാനായിട്ട് വെറും 10 മിനിറ്റ് ടൈം മാത്രമേ ഉള്ളൂ. അങ്ങനെ ടിയാൻ ഓക്കെ ഞാൻ ഓഫ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഓഫ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരുടെ അകത്തേക്ക് കയറാൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ കമ്പി വേരി അവർ മുറിച്ച് കളയുകയാണ്. ഓരോരുത്തരായിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. ജുൻഹോയും അവൻ്റെ ഫ്രണ്ട്സും മറ്റൊരു വഴിയിലേക്കാണ് പോകുന്നത്. ഇവർ ഈ ഒരു കണ്ടെയ്നർ എവിടെയാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. എത്ര അന്വേഷിച്ചിട്ടും സണ്ണിനും പീസിനും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സമയം ജുൻഹോയും അവൻ്റെ ഫ്രണ്ട്സും കൂടെ ആയിട്ട് നേരെ മറ്റൊരു കണ്ടെയ്നറിൻ്റെ അടുത്തേക്ക് പോവാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് അകത്തേക്ക് കയറിയപ്പോൾ കുറേ ക്യാൻ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ഒരു ക്യാനിൽ അവൻ തട്ടുവാണ്. ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തിരിച്ച് അതേപോലെ ഒരു തട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്യാൻ മാറ്റുമ്പോഴത്തേക്കും കുറേ പയ്യന്മാർ പുറകിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ എഴുന്നേറ്റ് വരാണ്. അവരെന്തോ ആ ഒരു കണ്ടെയ്നറിൽ കയറി മറ്റേത് രാജ്യത്തിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. ജുൻഹോയ്ക്ക് പരിചയമുള്ളവരാണെന്ന് തോന്നുന്നു. ജുൻഹോ അവരുടെ അടുത്ത് ഞാൻ കുറച്ച് വരാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ട് അവരെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതേസമയം ടിമ്മും കവനും കൂടെ ആയിട്ട് ഞങ്ങൾക്കൊരു കണ്ടെയ്നർ കിട്ടി നേരെ ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് സണ്ണിനെ പീസിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു കണ്ടെയ്നറിൻ്റെ അടുത്തേക്ക് പോയിട്ട് അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അന്വേഷിക്കുന്ന സാധനം കിട്ടുന്നുണ്ട്. അത് ആക്ച്വലി പൈസ ആയിരുന്നു. അപ്പോൾ ഇതും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അവരങ്ങനെ ആ ഒരു പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജുൻഹോ മറ്റൊരു കണ്ടെയ്നറിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ ആൾക്കാരെ കൊണ്ട് നടന്നു പോകുന്നത് സണ്ണ് കാണുന്നുണ്ട്. അങ്ങനെ കവിൻ്റെ അടുത്തും ടിമ്മിൻ്റെ അടുത്തും നിങ്ങൾ ഇറങ്ങിക്കോ ഞങ്ങൾ വന്നോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയം പീസാണെങ്കിൽ സണ്ണിൻ്റെ അടുത്ത് വേണ്ട നമുക്ക് അവരെ ഫോളോ ചെയ്യേണ്ടെന്ന് പറയുന്നുണ്ട്. ഉദ്ദേശിക്കുന്നത് ജുൻഹോനൊക്കെയാണ്. എന്നാൽ സണ്ണ് കുഴപ്പമില്ല നീ വാന്നും പറഞ്ഞിട്ട് ജുൻഹോയൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് അവനെയും കൊണ്ട് ഫോളോ ചെയ്യാൻ പോകുന്നുണ്ട്. ആ സമയം അവിടെ പോർട്ടിലുള്ള ഒരു ഗാർഡ് ഇവരെ രണ്ടുപേരെയും കാണുന്നുണ്ട്. സണ്ണുണ്ടെ തന്നെ അയാൾ അടിച്ചിടുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ലൈറ്റ് എല്ലാം തിരിച്ച് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് കവിനും ടിമ്മും കൂടെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പുറത്ത് ആരെങ്കിലും വരുമോ എന്നറിയാനായിട്ട് ടാൻ നിൽക്കുന്നുണ്ടായിരുന്നു. ടാൻ ഇതുവരെയായിട്ട് സണ്ണ് വരാത്തതുകൊണ്ട് സണ്ണ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവൻ വന്നോളാന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അന്നേരം കൊണ്ട് ലൈറ്റ് വന്നതുകൊണ്ട് തന്നെ ഇനി പിടിക്കപ്പെടുന്നൊരു സിറ്റുവേഷൻ ആവുന്നുണ്ട്. കവിനപ്പോൾ പേടിക്കണ്ട അവൻ വരാമെന്ന് പറഞ്ഞല്ലോ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗാർഡ്സും സണ്ണിനെയും പീസിനെയും കണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ടുള്ളൊരു ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇവരെങ്ങനെയൊക്കെ ഓടി മറ്റൊരിടത്തേക്ക് വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ പീസിൻ്റെ ചുണ്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പീസ് ആ സമയം സണ്ണിൻ്റെ അടുത്ത് അവൻ എന്തോ ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് കിസ് ചെയ്യാനേ അടുത്തേക്ക് പോകുന്നുണ്ട്. സണ്ണും കിസ് ചെയ്യാനേ പോകുന്നുണ്ട്. എന്ന് ആ ടൈമിന് കോങ് മരിക്കുന്ന സമയത്ത് അവനെ കിസ് ചെയ്ത കാര്യം പെട്ടെന്ന് സണ്ണിന് ഓർമ്മ വരാണ്. അതുകൊണ്ട് തന്നെ സണ്ണ് പീസിൻ്റെ അടുത്ത് നിന്ന് ചെറുതായിട്ട് മാറി നിൽക്കുന്നുണ്ട്. പീസിനെപ്പോൾ ഒരുപക്ഷെ സണ്ണിന് തന്നെ ഇഷ്ടം ഉണ്ടാവത്തില്ല എന്ന് കരുതിയിട്ട് വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് വേറൊന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേസമയം അച്ഛൻ പറഞ്ഞത് അനുസരിച്ച് തന്നെ ജിഹൂൺ ആണെങ്കിൽ ഇവരെ രണ്ടുപേരും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇവർ കിസ് ചെയ്യാൻ പോകുന്നതെല്ലാം തന്നെ ഇവൻ കാണുന്നുണ്ടായിരുന്നു. ജിഹൂണിൻ്റെ ഫ്രണ്ട്സും ഇത് കണ്ടിട്ട് നമുക്കിത് പോയി നിൻ്റെ അച്ഛനോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ ജിഹൂൺ ഇപ്പം വേണ്ട നീ പോയി ജുൻഹോനെയൊക്കെ വിളിച്ചോണ്ടോ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരും ഇവരെ വണ്ടി കയറി പോകാനായി തുടങ്ങുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.